നമസ്കാരം. അൻവർ പഴയ അൻവർ അല്ല. ആരുടെയും വാതിൽക്കൽ മുട്ടാനും കൊട്ടാനും ഒന്നും ഇനി തന്നെ കിട്ടില്ല എന്നും അതും പ്രതീക്ഷിച്ച് ഇനി ആരും ഇരിക്കേണ്ട എന്നുമാണ് അൻവറിന്റെ ഭാഷ്യം. സ്വന്തം നിലയ്ക്ക് നിലമ്പൂരിൽ വൻ ഭൂരിപക്ഷം നേടിയ അൻവറിന് ഇപ്പോൾ പൂർണ്ണ വിശ്വാസമുണ്ട് സ്വന്തം ജനപിന്തുണയിൽ. അങ്ങനെയുള്ളപ്പോൾ പിന്നെ ആരുടെയും ആട്ടും തുപ്പും കേൾക്കേണ്ട കാര്യമില്ല എന്ന് അൻവർ ഉറപ്പിച്ചു. കടുത്ത നിലപാടുകളിൽ ഉറച്ചുനിന്ന് PV അൻവർ നെഞ്ചും വിരിച്ചാണ് കോൺഗ്രസിനെയും കമ്മ്യൂണിസ്റ്റിനെയും തള്ളാതെയും കൊള്ളാതെയും പുതിയ തീരുമാനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പിണറായിസം ഇല്ല എന്നും UDF-ഉമായും LDF-ഉമായും സമവായം ഉണ്ടാക്കാമെന്നും PV അൻവർ മാധ്യമങ്ങളോട് പറഞ്ഞു. പിണറായിസം നിയമസഭയിലാണെന്നും ആ പോരാട്ടം തുടരുമെന്നും PV അൻവർ പറഞ്ഞു. തെരഞ്ഞെടുപ്പിൽ പരമാവധി ആളുകളെ മത്സരിപ്പിക്കാനാണ് തീരുമാനമെന്നും പ്രാദേശികാടിസ്ഥാനത്തിൽ സഖ്യം രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം താഴെത്തട്ടിലുള്ളവർക്ക് നൽകുമെന്നും അൻവർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. വർഗീയ കക്ഷികൾ ഒഴികെ സഹകരണം ആവശ്യപ്പെടുന്നവരോട് തിരിച്ചു സഹകരിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകാനാണ് നിലവിൽ അൻവറിന്റെ ആലോചന. UDF-ൽ നിന്നും LDF-ൽ നിന്നും പിന്തുണ സ്വീകരിക്കാനും അൻവർ തയ്യാറായി തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആരെയും പിണക്കിയിട്ട് കാര്യമില്ല എന്ന നിലയിലേക്ക് അൻവർ എത്തിയിട്ടുണ്ട്. സ്വന്തമായി അത്ര വിലയില്ലാത്ത മനുഷ്യനല്ല താനെന്ന് കേരള രാഷ്ട്രീയത്തിലും പൊതുജനത്തിനിടയിലും സ്വന്തം നിലയ്ക്കും അൻവർ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു. ഇനി വേണ്ടവർ തന്നെ തേടി വരട്ടെ, വാതിൽ തുറക്കേണ്ടത് താനാണെന്നും ആരാണ് ആദ്യം മുട്ടുന്നതെന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് അൻവർ കസേര സ്വന്തമായിട്ട് ഇരുന്നു. ഇപ്പോൾ അൻവറിനെ എല്ലാവർക്കും ഒരു ചെറിയ ഭയമൊക്കെ ഉണ്ട് എന്നത് വാസ്തവമാണ്. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു മുന്നണിയിലേക്കും ഇല്ല എന്നും അൻവർ ഉറപ്പിക്കുന്നുണ്ട്. ആരുടെയും വാതിലിൽ തൽക്കാലം മുട്ടാനും തുറക്കാൻ ആവശ്യപ്പെടാനും ഒന്നും പോകില്ല. ചക്കയിട്ടപ്പോൾ മുയൽ ചത്ത കഥയുണ്ട്. എല്ലാ ചക്കയിടുമ്പോഴും മുയൽ ചാവുമെന്നാണ് ചിലർ പ്രതീക്ഷിക്കുന്നതെന്നും അൻവർ പറഞ്ഞു. വീണ്ടും അപേക്ഷയുമായി അൻവർ വരുന്നതും കാത്ത് ഇനി എന്തൊക്കെ പറഞ്ഞാലും അൻവറിനെ പടിക്കകത്ത് കയറ്റില്ല എന്ന് വലിയ വീരവാദമൊക്കെ പറഞ്ഞിട്ട് എന്നെയും കാത്തിരിക്കേണ്ട, ഞാൻ വരുന്നില്ല എന്ന് അൻവർ പറഞ്ഞതോടെ സതീശന്റെ വീരവാദം പൊളിഞ്ഞു. പാപഭൂമിയിൽ തലതല്ലിയാണ് യൂദാസ് മരിച്ചതെന്നും ആ അനുഭവം അൻവർ ഓർമ്മപ്പെടുത്തുന്നു എന്നുമുള്ള AK ബാലന്റെ പരാമർശത്തിലും അൻവർ പ്രതികരിച്ചു. ഈ പറയുന്നയാൾ ഒരു പണിയുമില്ലാതെ ആലത്തൂരിലെ വീട്ടിലിരിക്കുകയാണ് എന്നും അൻവറിനെതിരെ പറഞ്ഞിട്ട് പിണറായി വിജയന്റെ പക്കൽ നിന്നും എന്തെങ്കിലും സൗകര്യം കിട്ടുമോ എന്ന് നോക്കുകയാണെന്നും അൻവർ ശക്തമായ ഭാഷയിൽ തന്നെയാണ് പ്രതികരിച്ചത്. PV അൻവർ പൊതുരംഗത്തുള്ള ആളാണ് എന്നും ബാലേട്ടൻ അവനവന്റെ കാര്യം നോക്കിയാൽ മതി എന്നും അൻവർ കൂട്ടിച്ചേർത്തു. പിണറായിസം അവസാനിച്ചിരിക്കുകയാണ് എന്നും ഇപ്പോൾ അദ്ദേഹത്തിന് പഞ്ചായത്തിലെങ്കിലും നിലയും വിലയും ഉണ്ട് എന്നും അതും കൂടി ഇല്ലാതാക്കരുത് എന്നും അൻവർ പറഞ്ഞു. സുംബ ഡാൻസ് പിണറായിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയ തട്ടിപ്പാണെന്നാണ് PV അൻവറിന്റെ ന്യായം. നിലമ്പൂരിൽ പരാജയപ്പെട്ടതോടെയാണ് സുംബ അവതരിപ്പിച്ചത് എന്ന് പറഞ്ഞ അൻവർ കുട്ടികൾ പിരിമുറുക്കത്തിലാണെന്ന് മുഖ്യമന്ത്രി പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അനാവശ്യ സിലബസ് കുത്തി നിറച്ച് കുട്ടികൾക്ക് പിരിമുറുക്കം സർക്കാർ സൃഷ്ടിക്കുന്നതാണ് എന്നും കുറ്റപ്പെടുത്തി. ജീവിതത്തിൽ ഒരു ഉപകാരവും ഇല്ലാത്ത സാധനങ്ങളാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിൽ 50%. അത് പരിഹരിക്കാതെ മുഖ്യമന്ത്രി ഡാൻസ് കളിക്കുകയാണ് എന്നും PV അൻവർ കുറ്റപ്പെടുത്തി. ഏറ്റവും പിരിമുറുക്കം അനുഭവിക്കുന്നത് മലപ്പുറത്തെ +1-ലെ വിദ്യാർത്ഥികളാണെന്ന് പറഞ്ഞ അൻവർ മലബാറിന് പുറത്തുള്ള സ്കൂളുകളിൽ ആവശ്യത്തിലധികം ഡിവിഷനുണ്ട് എന്നും മലപ്പുറത്ത് മൈക്ക് വെച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത് എന്നും പറഞ്ഞു. ഈ ഡാൻസ് പിണറായിസത്തിന്റെ നെഞ്ചത്തേക്കാണ് ചെല്ലുന്നത് എന്ന് അൻവർ ഉറപ്പിച്ചു പറയുന്നു. മുഖ്യമന്ത്രിയുടെ ട്രാപ്പിൽ എല്ലാവരും വീണ് എന്നും പറഞ്ഞാണ് അൻവർ പ്രസംഗം അവസാനിപ്പിച്ചത്.